Hello. Hello all. So let's start with OET writing. So today we'll be dealing with OET writing. So yes, let's begin with OET writing. So OET il thanne valare important aayittulla oru module aanu OET writing. So we'll be looking forward to that. Okay. Okay, so let's start discussing. Let's start with the slide. I hope everybody can see the slide. Okay, so the first slide says about format and timing. Okay, so OET writing format and timing. Okay, so ഈ OET writing എന്താണ് നമ്മളുടെ ടാസ്ക്? So we basically have one task. ഒറ്റൊരു ടാസ്ക് ആണ് നമുക്കുള്ളൂ. ഓക്കെ, ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ലെറ്റർ റൈറ്റിംഗ് ആണ് അല്ലെ? സോ ലെറ്റർ റൈറ്റിംഗ് ഇസ് അവർ ഫസ്റ്റ് ടാസ്ക്, അല്ലെങ്കിൽ നമുക്ക് ആകെയുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. സോ അതായിരിക്കും നമ്മളുടെ OET റൈറ്റിംഗിലെ ടാസ്ക്. ഓക്കെ, and we have 45 minutes in total to write a letter. So ഒരു ലെറ്റർ എഴുതാനായിട്ട് ടോട്ടൽ ഡ്യൂറേഷൻ അല്ലെങ്കിൽ OET റൈറ്റിംഗിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 45 minutes ആണ്. And we have reading time of 5 minutes. ഈ 45 minutes രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Reading time 5 minutes and writing time 40 minutes. Okay. And നമുക്ക് തരുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ റൈറ്റിംഗ് എഴുതാനായിട്ട് നമുക്ക് തരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കേസ് നോട്ട് ആണ്. ഓക്കെ, വിൽ ബി ഗെറ്റിംഗ് എ കേസ് നോട്ട് ഓഫ് എ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന്റെ കേസ് നോട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടാവും, ആ ഒരു കോണ്ടെക്സ്റ്റിനെ പറ്റി ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടാവും. അതുകൂടാതെ ആ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ലൈക്ക് പേഷ്യന്റ് പ്രസന്റിങ് കംപ്ലൈൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ സോഷ്യൽ ഹിസ്റ്ററി ഉണ്ട്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കേസ് നോട്ടിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ടാവും. Okay, and at the end of the case note will be given with a task instruction, like എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത്. ഇപ്പോൾ നോട്ട് ഫോംസ് ആണ്, ഡു നോട്ട് റൈറ്റ് ഇൻ നോട്ട് ഫോം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടാവും. So yes, here we can see task type. So നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു. ടാസ്ക് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലെറ്റർ ആണ്. നമുക്ക് എഴുതാനുള്ളത് ഒരു ലെറ്റർ ആണ്. സോ പല ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് വരാം. റെഫറൽ ലെറ്റേഴ്സ് വരാം, ഡിസ്ചാർജ് ലെറ്റേഴ്സ് വരാം, ട്രാൻസ്ഫർ ലെറ്റേഴ്സ് വരാം. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ വേറൊരു ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ടൈപ്സ് ഓഫ് ലെറ്ററിനെ പറ്റി. സോ സ്റ്റേ ട്യൂൺഡ്. So I'm showing next slide. Let's move to the next slide. So here it's just a format of a letter, like ഒരു ലെറ്റർ അല്ല, ഒരു കേസ് നോട്ടിന്റെ ഫോർമാറ്റ് ആണ്. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിന്റെ ഫോർമാറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും എന്നുള്ളത്. സോ ഐ ഹോപ്പ് യു കെൻ സീ ഇറ്റ്, ബട്ട് ഒത്തിരി കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ദാറ്റ്സ് ഓക്കെ. നമ്മൾ ഇതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കേസ് നോട്ടിന്റെ സാമ്പിൾ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് ഹെഡിങ്സ് തന്നിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ കേസ് നോട്ട് എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ കേസ് നോട്ടിൽ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് പേഷ്യന്റ് ഡീറ്റെയിൽ, അഡ്മിഷൻ ഡേറ്റ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ പ്രസന്റിങ് കംപ്ലൈൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അഗൈൻ നെക്സ്റ്റ് സ്ലൈഡിലും ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. സോ നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് നോക്കാം. സോ അഗൈൻ ഇവിടെയും എന്താണ്? ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. ഇന്ന ഡേറ്റുകളിൽ എന്തെല്ലാം കംപ്ലൈൻറ്റ്സ് ആയിട്ടാണ് വന്നത്, ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്തത്, പിന്നെ ഡിസ്ചാർജ് പ്ലാൻ പറയുന്നുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ. ഓക്കെ, ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് കേസ് നോട്ട്, ഈ കേസ് നോട്ടിന്റെ അവസാനത്തിലായിട്ട് നമുക്കൊരു റൈറ്റിംഗ് ടാസ്ക് തരും. ഓക്കെ, സോ ഈ റൈറ്റിംഗ് ടാസ്ക് നമുക്ക് ഒരു പ്രോപ്പർ ഐഡിയ കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഈ റൈറ്റിംഗ് ടാസ്ക് നമുക്ക് എന്തിനാ തരുന്നത്? It will give you a clear idea on like whom you are writing the letter. നിങ്ങൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ലെറ്റർ എഴുതുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ ഐഡിയ നമുക്ക് ഈ റൈറ്റിംഗ് ടാസ്ക് വായിച്ചാൽ കിട്ടും. ആൻഡ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റൈറ്റിംഗ് ടാസ്ക് ഓരോന്നിലും
ഡിഫറെന്റ് ആയിരിക്കും. സോ യെസ്, അശ്വതി നായർ സേസ് ഹായ്. ഹായ് അശ്വതി. ഓക്കെ, ഹായ് ഹരി. ഓക്കെ, സോ നമുക്ക് കേസ് നോട്ട് എങ്ങനെയാണ്, ഒരു കേസ് നോട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ബേസിക്കലി ഒരു കേസ് നോട്ട് എന്ന് പറയുന്നത് വളരെ യുനോ സിമ്പിൾ ആണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് വായിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഹായ് ബോണി. യെസ്, നൗ ലെറ്റ്സ് ഡിസ്കസ് ടാസ്ക് റാഷണൽ. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും OET റൈറ്റിംഗ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്? സോ ബേസിക്കലി OET റൈറ്റിംഗ് എന്തിനു വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? സോ ഇറ്റ് ക്ലിയർലി സേസ് about task rational. So let's move to the next slide which explains to you regarding the task rationale. So basically OET writing നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? This is designed to replicate the practical requirements of a health professional's career, and it involves a process of selecting information and producing a letter in a constrained amount of time. The goal is to make it so that the medical professionals can quickly and effectively find the important information in a written document. Okay, so ഒരു written document ആയിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത് അല്ലേ? സോ നമ്മൾ ആർക്കാണോ എഴുതുന്നത് ആ ഹെൽത്ത് പ്രൊഫഷണലിന് വളരെ ഇഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ എന്തൊക്കെ നീഡ്സ് ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ലെറ്റേഴ്സ് എഴുതുന്നത് അല്ലെ? ഒരു പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ലെറ്റർ എഴുതുന്നത് തന്നെ. ഓക്കെ, സോ നൗ വിൽ മൂവ് ടു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, OET റൈറ്റിംഗിൽ അറിയേണ്ട കാര്യങ്ങൾ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ബേസിക്കലി OET റൈറ്റിംഗ് എന്ന് പറയുന്നത് 180 to 200 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ അത് ഒരു റിക്വയർമെന്റ് ആണ്. നമ്മളുടെ OET ലെറ്റർ എഴുതുമ്പോൾ 180 to 200 ആണ് വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ you need to write approximately 180 to 200 words in the body, excluding salutation, subject line and complementary clues. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കുവാണ് ഓക്കെ 180 to 200, അപ്പൊ നിങ്ങൾ ഇരുന്ന് എണ്ണോ വേർഡ്സ് ഒക്കെ എണ്ണോ? ആക്ച്വലി അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ മനസ്സിലാവും ഇപ്പം എത്രത്തോളം എക്സീഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ചെറിയൊരു ലെറ്റർ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളതെന്ന്. ഓക്കെ, ഇഫ് വി ഹാവ് എ വെരി ബിഗ് ലെറ്റർ, ഒരു ഒത്തിരി വലിയ ലെറ്റർ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം അതിൽ ഒത്തിരി ഇറലവന്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ലെറ്റർ അത്രയും വലുതായിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൺസൈസ് ചെയ്തിട്ടില്ല, നമ്മൾ ഒത്തിരി അങ്ങ് വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ലെറ്റർ അത്രയും ലെങ്തി ആയിട്ടുള്ളത്. അതല്ല ഇനി ഭയങ്കര ചെറിയ ലെറ്റർ ആണ്, നമ്മൾ മേ ബി ഒത്തിരി റിലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ലെറ്റർ അത്ര ചെറുതായിട്ടുള്ളത്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ആഡ് ഓൾ ദ റിലവന്റ് details and you avoid all the irrelevant details in order to write a proper letter. ഒരു നല്ലൊരു ലെറ്റർ എഴുതാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാ റിലവന്റ് പോയിന്റ്സും എഴുതുക. അവർക്ക് ആ റെസിപ്പിയന്റ് ആരാണോ അവർക്ക് വേണ്ടുന്ന എല്ലാ റിലവന്റ് ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് മാക്സിമം എല്ലാ ഇറലവന്റ് പോയിന്റ്സും അവോയ്ഡ് ചെയ്യുക. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു റൈറ്റ് എ വെരി ഗുഡ് ലെറ്റർ. Okay, so here you can see a significant reduction in word count indicates that all necessary information is unlikely to have been included. ചെറിയൊരു ലെറ്റർ ആണെങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മൾ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റിലവന്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 or 3 റിലവന്റ് പോയിന്റ്സ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ചെറിയൊരു ലെറ്റർ ആയിട്ടുള്ളത്. OET ആക്ച്വലി ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നമ്മളുടെ ഓരോ ലെറ്റേഴ്സും ഒരു 180 to 200 വേർഡ്സിൽ നിൽക്കുന്ന രീതിയിലാണ് അവർ എഴുതിയേക്കുന്നത്. ആൻഡ് ദർ ആർ സ്റ്റുഡൻസ് ദേ തിങ്ക് ഓക്കെ എനിക്ക് ചെറിയൊരു ലെറ്റർ ആണ് എഴുതിയപ്പോൾ വന്നിട്ടുള്ളത്. അവരെന്ത് ചെയ്യും? ഇറലവന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യും. സോ ദാറ്റ് ലെറ്റർ ഹാസ് ദിസ് വേർഡ് കൗണ്ട് ലിമിറ്റ്. ആ ഒരു വേർഡ് കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇറലവന്റ് ഡീറ്റെയിൽസ് എഴുതുന്ന കുട്ടികളുണ്ട്. ബട്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് നമ്മളുടെ മാർക്ക് പോവാണ്. കാരണം നമ്മൾ റീഡറിന് ആവശ്യമില്ലാത്തൊരു ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യുവാണ് അല്ലെ? സോ ഓഫ് കോഴ്സ് അത് ക്ലാരിറ്റീനെ എന്തായാലും ബാധിക്കും. സോ പ്ലീസ് ട്രൈ ടു അവോയ്ഡ് സച്ച് മിസ്റ്റേക്സ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിൽ അവർ എന്താ പറയുന്നത്? ഇറലവന്റ് ഡീറ്റെയിൽസ് ആർ ലൈക്ലി ടു ഹാവ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇഫ് ദ വേർഡ് കൗണ്ട് ഇസ് വേ ഗ്രേറ്റർ ദാൻ
to 100 words, which will distract the reader and confuse the letter's clarity. So നമ്മൾ already പറഞ്ഞു ലെറ്ററിന്റെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടും. നമ്മൾ എന്താണ് ഇറലവന്റ് ഡീറ്റെയിൽസ് ഒത്തിരി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വേർഡ് കൗണ്ട് കൂടുകയും ചെയ്യും. അത് കൂടാതെ ലെറ്ററിന്റെ ക്ലാരിറ്റീനെ അത് നല്ലപോലെ എഫക്ട് ചെയ്യും. കാരണം റീഡർ തന്നെ വിചാരിക്കും ഓക്കെ എന്തിനായിരിക്കും എനിക്ക് ഈ ഡേറ്റ തന്നിട്ടുള്ളത്, അപ്പൊ ഞാൻ അതിൽ എന്തെങ്കിലും ചെയ്യണമായിരിക്കും. ജസ്റ്റ് ഇമാജിൻ ഇപ്പൊ നമ്മൾ ലെറ്റർ എഴുതുന്നത് ഫിസിയോതെറാപ്പിസ്റ്റിനാണ്. ഓക്കെ, സോ ഫിസിയോതെറാപ്പിസ്റ്റിന് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനോട് നമ്മൾ പറയുവാണ് പേഴ്സൺ അൺഎംപ്ലോയിഡ് ആണ്, പുതിയ ജോബ് നോക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും അങ്ങനെ ഒരു കാര്യം നമ്മൾ അവിടെ ഇൻഫോം ചെയ്യേണ്ട കാര്യമുണ്ടോ? ലൈക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് എന്തായാലും ഒരു ജോലി അവർക്ക് നോക്കി കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലെ. സോ ഹി മൈറ്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യിക്കുവാണ്. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു അവോയ്ഡ് ഓൾ സച്ച് ഇറലവന്റ് ഡീറ്റെയിൽസ്. ഓക്കെ, now moving into yes, the next point. The writing task begin with a brief introduction that briefly discusses the context, the relationship between the writer and the patient, and some background information. യെസ്, നമ്മുടെ റൈറ്റിംഗ് കേസ് നോട്ട് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും. എന്താണ്, യു ആർ എ ചാർജ് നഴ്സ് ടേക്കിംഗ് കെയർ ഓഫ് മിസ്റ്റർ സോ ആൻഡ് സോ ഇൻ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. സോ ഇത് ആക്ച്വലി എന്താണ് നമുക്ക് തരുന്നത്, ആ റൈറ്റിംഗ് ടാസ്കിൽ നമ്മൾ എഴുതുന്ന ആള് ആരാണോ എഴുതുന്നത് ആ നേഴ്സിന്റെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുവാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ in order to present a clear scenario and timeline, the case notes are divided into sections with different headers such as patient details, presenting problems, treatment record, plan. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് നമ്മളുടെ കേസ് നോട്ട് വളരെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്? സോ ദാറ്റ് വി ഗെറ്റ് എ ക്ലിയർ പിക്ചർ. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പേഷ്യന്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാൻ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്. സോ വി ഗെറ്റ് എ ക്ലിയർ ഐഡിയ അല്ലെ. നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ തന്നിട്ടുള്ളത്. പിന്നെ the information is presented in shortened note form and uses symbols and abbreviations that are widely used. Okay, നിങ്ങൾ കേസ് നോട്ട് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഒരു പെർട്ടിക്കുലർ കേസ് നോട്ടിൽ ഒരിക്കലും ഫുൾ സെന്റൻസസിലായിരിക്കില്ല നമ്മളുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവുന്നത്. ഇൻഫർമേഷൻ എപ്പോഴും തരുന്നത് എങ്ങനെയാണ്, മേ ബി ഒരു നോട്ട് ഫോമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് മാരീഡ് എന്ന് നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല, നമ്മൾ കാണത്തില്ല. പകരം ജസ്റ്റ് മാരിഡ് ഒരു ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ട് മാരിഡ് എന്ന് മാത്രമായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ മേ ബി ഡിവോഴ്സ്ഡ് അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ ഓൺ പാരസെറ്റമോൾ. അല്ലാതെ അവര് ഇങ്ങനെ പറയോ ഷീ ഈസ് ഓൺ പാരസെറ്റമോൾ ഫോർ പെയിൻ റിലീഫ്, അങ്ങനെ പറയില്ലല്ലോ. സോ മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ദിസ് ബുള്ളറ്റ് പോയിന്റ്സ്. ഒരിക്കലും അവർ ബുള്ളറ്റ് പോയിന്റ്സ് ഡെവലപ്പ് ചെയ്ത് തരത്തില്ല, ബുള്ളറ്റ് പോയിന്റ്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. Okay, so yes, hi sign up, hi Atira, hi Linta, good morning Aditya. ഓക്കെ, സൈനബ് ചോദിച്ചിട്ടുണ്ട് ലെറ്റർ ഫോമൽ ആണോ അക്കാഡമിക് ആണോ? ഓക്കെ, സോ നമ്മളുടെ ലെറ്റർ ആക്ച്വലി ഫോമൽ ലെറ്റർ ആണ്. ഓക്കെ, എപ്പോഴും ലെറ്റേഴ്സ് നമ്മളുടെ ലെറ്റർ ഫോമൽ ലെറ്റേഴ്സ് ആണ് എഴുതുന്നത്. നമ്മൾ ഒരിക്കലും ഒഫീഷ്യൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലെറ്റർ എഴുതുന്നത്. കാരണം ഈ ലെറ്റർ നമ്മൾ എഴുതുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്നില്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസിനോ അല്ലെങ്കിൽ എലീറ്റ് പ്രൊഫഷനോ നമ്മൾ ലെറ്റേഴ്സ് എഴുതാറുണ്ട്. പക്ഷേ ഇത് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുന്നേ റൈറ്റിംഗ് ക്ലാസ് മാത്രമായിട്ട് കിട്ടുമോ? ഓക്കെ, അതില സോ we have this contact details streaming through our live session, so you can contact in this number to get the writing classes. Okay, we have writing classes. And hi Jishnu, hi Atul. Okay, fine. Now let's get back to our classes. യെസ്, അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നോട്ട് ഫോംസിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. നോട്ട് ഫോംസ് ആയിരിക്കും നമുക്ക് കേസ് നോട്ട്സിൽ തരുന്നത്. ആൻഡ് അത് ഡെവലപ്പ് ചെയ്ത് സെന്റൻസസിലാക്കുവാണ് നമ്മൾ OET ലെറ്ററിൽ ചെയ്യുന്നത്.
Then candidates are required to extract the relevant information and expand it into full sentences. So നമ്മൾ എന്ത് ചെയ്യുക, കേസ് നോട്ടിൽ തന്നിരിക്കുന്ന റെലവെന്റ് ഇൻഫർമേഷൻസ് പിക്ക് ചെയ്യുക. സോ കേസ് നോട്ടിൽ ആക്ച്വലി സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഇൻഫർമേഷൻ കിടക്കുന്നത്. ഓക്കെ, റെലവെന്റ്, ഇറെലവെന്റ്, സെമി റെലവെന്റ് ആയിട്ട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അത് ഇൻഫർമേഷൻ ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ, ഇപ്പൊ ഞാൻ എഴുതുന്ന ലെറ്റർ ഡയറ്റീഷ്യൻ ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഡയറ്റീഷ്യന് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന് വരുന്ന റിലവന്റ് ഡീറ്റെയിൽസും ഇറെലവന്റ് ഡീറ്റെയിൽസും വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഞാനിപ്പോ എഴുതുന്ന ലെറ്റർ ഫിസിയോതെറാപ്പിസ്റ്റിനാണ്. ഓക്കെ, അപ്പോ നമ്മളുടെ കേസ് നോട്ടിൽ ഒത്തിരി ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. അതായത് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതും ചെയ്യേണ്ടതായിട്ടില്ലാത്തതും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ കേസ് നോട്ട് നല്ല രീതിയിൽ വായിക്കുക. വായിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, അതിൽ നിന്ന് നമ്മൾ റിലവന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പിക്ക് ചെയ്യുക. ഓക്കെ, ഈ ലെറ്ററിൽ നിന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് അറിയേണ്ട കാര്യങ്ങൾ അത് നമ്മൾ പിക്ക് ചെയ്യുക. പിന്നെ അതിൽ റിലവന്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. മേ ബി ഒരു 2 വയസ്സിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടാവും പേഷ്യന്റിന്. ഓക്കെ, ചിലപ്പോൾ കൈയൊന്ന് ഒടിഞ്ഞിട്ടുണ്ടാവും. മേ ബി നമ്മുടെ പേഷ്യന്റ് എന്നാണ് ഒരു 75 വയസ്സുള്ള ഒരാളായിരിക്കാം. ആക്ച്വലി ഇത്രയും വർഷം വ്യത്യാസമുള്ള ഒരു ഫ്രാക്ചർ നമ്മൾ അവിടെ പറയേണ്ട കാര്യമില്ല ശരിക്കും. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനാണ് എഴുതുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിലെന്തെങ്കിലും റെലവൻസ് ഉണ്ടെങ്കിൽ മാത്രം പറയുക. ഇപ്പൊ റീസെന്റ് ഒരു എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മൊബിലിറ്റി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് റിലവന്റ് ആണ്. അതല്ലാതെ വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യുക. കാരണം ഓരോ റെസിപ്പിയന്റിനും ഓരോ ഡേറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ നമ്മൾ ഓക്കെ, ഞാൻ ഒരു റിയൽ ലൈഫ് സിനാരിയോ വെച്ച് പറയാം. ഓക്കെ, അതായത് ഞാനിപ്പോ ഒരു ട്രിപ്പ് പോവാണ്. ഓക്കെ, ആൻഡ് മേ ബി ഓക്കെ, എൻ്റെ ഫാമിലിയിൽ സ്ട്രിക്റ്റ് പേരൻസ് ആണ്. എൻ്റെ മദറും ഫാദറും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പം എൻ്റെ പേരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് ആണ്. അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഗേൾസ് ഡേ ഔട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഞാൻ പോകുന്നത്. മേ ബി കുറച്ചും കൂടെ ഒരു നമുക്ക് ഗോവ പിടിക്കാം. അപ്പൊ ഗോവയിലേക്കാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ ഗോവയിൽ പോയി. ഐ ഹാഡ് എ വെരി ഗുഡ് ട്രിപ്പ്, ലൈക്ക് ഭയങ്കര എൻജോയ് ചെയ്തു. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് മേ ബി ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു 6 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 2 സ്കൂട്ടർ റെന്റിന് എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞങ്ങൾ ഹെൽമെറ്റ് യൂസ് ചെയ്തില്ല. 3 പേര് ട്രിപ്പിൾ അടിച്ചിട്ടൊക്കെ പോയി. പോലീസ് പിടിച്ച് ഫൈനൊക്കെ അടച്ചു. ഓക്കെ, പിന്നെ അത് ഫൈനൊക്കെ അടിച്ചു, ഓക്കെ ആയി, എല്ലാം സോൾവ്ഡ് ആയി. അത് കൂടാതെ ഞങ്ങൾ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്തു, പാർട്ടി ചെയ്തു, പല സ്ഥലങ്ങളിൽ പോയി, നൈസ് ഫുഡ് കഴിച്ചു, ഒത്തിരി മോണ്യുമെന്റ്സ് ലൈക്ക് ചേർച്ച് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹോട്ടലിൽ തിരിച്ചു ചെന്നപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ പേരൻസ് വിളിച്ചു. ജസ്റ്റ് ഇമാജിൻ മൈ മദർ കോൾഡ് മീ. ഓക്കെ, എന്നെ മദർ വിളിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഡേറ്റ ഫിൽട്ടർ ചെയ്യുവാണ്. അതായത് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഫിൽട്ടർ ചെയ്തിട്ടേ ഞാൻ പറയുള്ളൂ. കാരണം എന്നെ പോലീസ് പിടിച്ചതോ അല്ലെങ്കിൽ ഞാൻ ഫൈൻ അടച്ച കാര്യമോ ഞാൻ ഒരിക്കലും എന്റെ മദറിനോട് പറയില്ല. ബിക്കോസ് അവർ സ്ട്രിക്റ്റ് ആണ്, അവരിനി എന്നെ ഒരു ട്രിപ്പിന് വിടില്ല എന്നുള്ളൊരു ബോധം എനിക്കുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ മദറിന് വേണ്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. അതായത് ഞാനിങ്ങനെ പുറത്തു പോയി, ഞാൻ അവിടെ പോയി, ഞാൻ ആ സ്ഥലങ്ങൾ കണ്ടു, ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ പാർട്ടി ചിലപ്പോൾ എന്റെ പേരൻസിന് ഇഷ്ടമില്ലായിരിക്കും, അപ്പൊ ഞാൻ ചിലപ്പോൾ പറയില്ല, അത് അവർക്ക് ഇറെലവന്റ് ആണ്. അപ്പൊ ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ കൊടുത്തു. ഓക്കെ, ട്രിപ്പ് എൻജോയ് ചെയ്തു, ഫ്രണ്ട്സിന്റെ കൂടെ നല്ല സ്ഥലങ്ങളിൽ പോയി, ഫുഡ് കഴിച്ചു, അവിടെ പോയി ഒത്തിരി ടൂറിസ്റ്റിനെയൊക്കെ കണ്ടു, സംസാരിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ മദറിനോട് പറഞ്ഞുള്ളൂ. ഇനി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ട്രിപ്പിന് വരാൻ പറ്റാതിരുന്ന ഒരു ഫ്രണ്ട് വിളിച്ചു. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും പറയും, ഇന്നിങ്ങനെ എന്നെ പോലീസ് പിടിച്ചായിരുന്നു, ഞങ്ങൾ ഫൈനൊക്കെ അടച്ചു, ട്രിപ്പിൾ അടിച്ചു പോയിട്ടാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും, ഇല്ലേ? കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ വി റൈറ്റ് അല്ലെങ്കിൽ പേഴ്സൺ വി കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുമ്പോൾ
എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡയറ്റീഷ്യനോട് പറയുമ്പോൾ എനിക്ക് ഡയറ്റീഷ്യനോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതല്ല, ഇനിയിപ്പോ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ആ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാത്ത ഇൻഫർമേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് റിലവന്റ് ഡേറ്റ തന്നെയാണ്. Okay, so just make sure that you avoid such data in your letter. Okay, so Zainab says, thank you ma'am for addressing my doubt. No problem Zainab, it was nice. Okay, so let's move to the topic. അപ്പോൾ നമ്മൾ പറഞ്ഞത് relevant datasനെ പറ്റിയിട്ടാണ്, and it's really important to pick out relevant datas and omit irrelevant datas. And there are some datas, അതായത് വേറെ കുറച്ച് ഡേറ്റ ഉണ്ട്, സെമി റെലവന്റ് ഡേറ്റ എന്ന് പറയും അല്ലെ. അതായത് ഇത് ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടോ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് കൊണ്ടോ വലിയ പ്രശ്നം വരുന്നില്ല. ഇത് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട, ഒഴിവാക്കാം. ഓക്കെ, ഇപ്പൊ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു കേസ് ലെറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒമിറ്റ് ചെയ്യാം. അതല്ല അത്ര ലെങ്തി അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഇൻഫർമേഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റില്ല. ഓക്കെ, so now let's move to the next slide. ഓക്കെ, നമ്മളോട് സൈനബ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ട് ആയിരുന്നു, ഫോർമൽ ആണോ നമ്മളുടെ ലെറ്റർ എന്നുള്ളത് അല്ലെ. സോ our letter is a formal letter. We have to write a formal letter to a given addressee അല്ലെങ്കിൽ recipient. സോ നമ്മൾ പറഞ്ഞു recipient ആര് വേണമെങ്കിലും ആവാം. It can be a health professional, it can be an elite profession also. Health professionalsൽ തന്നെ സെയിം പൊസിഷൻ ഉള്ളവർക്ക് നമ്മൾ എഴുതാറുണ്ട്, അതല്ലാതെ സ്പെഷ്യലിസ്റ്റിനും നമ്മൾ ലെറ്റേഴ്സ് എഴുതാറുണ്ട്. ഓക്കെ, എലീറ്റ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഹെൽത്ത് പ്രൊഫഷണൽ അല്ലാത്തവർക്കും നമ്മൾ ലെറ്റേഴ്സ് വരാറുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൈറ്റ് എ ലെറ്റർ ടു സോഷ്യൽ വർക്കർ, റൈറ്റ് എ ലെറ്റർ ടു സ്കൂൾ ടീച്ചർ. ഇതൊക്കെ മെഡിക്കൽ പ്രൊഫഷണലിൽ ഉള്ളവരല്ല, അല്ലാത്തവരാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ലെറ്റേഴ്സും എഴുതാറുണ്ട്. അപ്പൊ എന്തായാലും whatever whoever the recipient is, ആര് വേണമെങ്കിലും റെസിപ്പിയന്റ് ആയിക്കോട്ടെ, the thing is നമ്മൾ ആ റെസിപ്പിയന്റിന് അനുസരിച്ചായിരിക്കണം എപ്പോഴും ലെറ്റർ എഴുതേണ്ടത്. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ റെസിപ്പിയന്റ് ആരാണ് അല്ലെങ്കിൽ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഹായ് ഷിറിൻ. ഓക്കെ, അടുത്തത് candidates must carefully select relevant information from the case note. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ കെയർഫുൾ ആയിരിക്കണം ഇൻഫർമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ. ഇത് ഇവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമ്മൾ ലെറ്റർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, the complexity and depth of detail of the case notes are intended for comprehension within the allotted 5 minutes for reading. So ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുന്നത്, അതായത് കേസ് നോട്ടിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു 5 minutes ടൈമിൽ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പലർക്കും ഒരു തെറ്റായൊരു ഇത് എന്താണെന്ന് വെച്ചാൽ ഈ 5 മിനിറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാ. ആക്ച്വലി നമുക്ക് അങ്ങനത്തെ ഒരു റൂളൊന്നുമില്ല. 5 minutes ഒക്കെ റീഡിങ് ടൈം ആണ്. ആ സമയത്ത് നമുക്ക് പെന്നോ പെൻസിലോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ റിമൈനിങ് 40 minutes തന്നെ നമ്മൾ ലെറ്റർ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, പല സ്റ്റുഡൻസും ആക്ച്വലി ഒരു ലെറ്റർ എഴുതാനായിട്ട് ഒത്തിരി സമയത്തിന്റെ ആവശ്യമില്ല. ഒരു 25 to 30 minutes ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലെറ്റർ എഴുതാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഓർഗനൈസ്ഡ് അല്ല. മേ ബി കേസ് നോട്ട് 5 മിനിറ്റിൽ വളരെ ധൃതിയിൽ അങ്ങ് വായിക്കും, റൈറ്റിംഗ് ടാസ്ക് ഒക്കെ വായിക്കും. ഓക്കെ, ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതാനുള്ളതാണ്, ശരി. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഡേറ്റ ഒക്കെ പിക്ക് ചെയ്തു, ഞാൻ എന്നിട്ട് ലെറ്റർ എഴുതാൻ തുടങ്ങും. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പെൻസിൽ എടുക്കും. പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. 5 minutes കഴിയുമ്പോൾ തന്നെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യും, ലെറ്റർ എഴുതാനായിട്ട് തുടങ്ങും. കയ്യിൽ പെൻസിലും വെച്ചിട്ട് തന്നെ ഇരിക്കും. കയ്യിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങും. എഴുതി തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്ന, അയ്യോ ഈ സെന്റൻസ് കൊള്ളത്തില്ല, വായിച്ചേക്കാം. അപ്പൊ എന്ത് ചെയ്യും, അത് എറേസ് ചെയ്യും, പിന്നെ വേറൊരു സെന്റൻസ് എഴുതും. ശരിക്കും ഇതിനാണ് ആ സമയം പോകുന്നത്. ഓക്കെ, അല്ലാതെ ഒരു ലെറ്റർ എഴുതാനായിട്ട് ആക്ച്വലി 25 to 30 minutes is more than enough. ഒത്തിരി സമയമാണത് ശരിക്കും പറഞ്ഞാൽ. 25 to 30 minutes നമുക്ക് നല്ലൊരു അടിപൊളി ലെറ്റർ എഴുതാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ സമയം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഓർഗനൈസ്ഡ് അല്ലാത്തൊരു ലെറ്റർ എഴുതുന്നതുകൊണ്ടാണ് നമ്മൾ സമയം എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 40 minutes ടൈമിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു 5 minutes കൂടെ എക്സ്ട്രാ സമയം എടുത്തിട്ട് നല്ല പോലെ വായിക്കാം. എന്നിട്ട് ഓക്കെ, ദാറ്റ് വാസ് എ വെരി യൂസ്ഫുൾ ടിപ്പ് മാം അബൌട്ട് ടൈം. ഇറ്റ്സ് ഓക്കെ ആതിര, താങ്ക് യു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ആ സമയം
ആ ഒരു 5 മിനിറ്റും കൂടെ എക്സ്ട്രാ എടുക്കുക. 5 മിനിറ്റും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇന്ന ഡേറ്റ എന്ത് ചെയ്യണം, എന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരണം, അല്ലെങ്കിൽ ഇന്ന ഡേറ്റ എന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ വരണം, അല്ലെങ്കിൽ ഇന്ന ഡേറ്റ ഞാൻ തേർഡ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യും, ഇത് എന്റെ ഡിസ്ചാർജ് പ്ലാനിൽ വരും എന്നുള്ളത് നമ്മൾ പ്രോപ്പർലി ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ലെറ്റർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25 മിനിറ്റ്സിൽ നമ്മുടെ ലെറ്റർ എഴുതി തീരും. പിന്നെ റിമൈനിങ് 5 മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂഫ് റീഡിങ്ങിന് യൂസ് ചെയ്യാം. കാരണം പല മിസ്റ്റേക്സും നമ്മൾ എഴുതുമ്പോൾ, ആദ്യം എഴുതുമ്പോൾ ചെറിയ ചിലപ്പോൾ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അതും അല്ലെങ്കിൽ ചിലപ്പോൾ ജെൻഡർ ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഈ 5 മിനിറ്റ്സ് പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് അവസാനം ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒത്തിരി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം. അതായത് നമുക്ക് തന്നെ അത് സെൽഫ് ആയിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു അസസർ അല്ലെങ്കിൽ വേറൊരു ഇവാലുവേറ്റർ ഇത് അസസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ യെസ്, അടുത്തത് പറയുന്നത് there are a few unnecessary yet professionally reasonable details in the notes that applicants should ignore. നമ്മൾ നേരത്തെ പറഞ്ഞു irrelevant detailsന്റെ കാര്യമാണ് ഈ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് then in 40 minutes given for writing, candidates must present the relevant and necessary information in a manner that is logically organized, precise and clear while using a register that is appropriate for the reader they are writing for. Of course, നമ്മളൊരു ഒഫീഷ്യൽ ലെറ്റർ ആണ് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ടോണും ഒഫീഷ്യൽ തന്നെ ആയിരിക്കണം. ഒരിക്കലും നമ്മളൊരു ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്ന പോലെ എഴുതാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ എഴുതുന്നത് മേ ബി ഒരു സ്പെഷ്യലിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു നോൺ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനോ അല്ലെങ്കിൽ നമ്മളുടെ അതേ പൊസിഷനിലുള്ള ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്കായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം ലെറ്റർ എഴുതുമ്പോൾ. ഓക്കെ, then no additional information should be included. അഗെയിൻ ചില സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവരെന്ത് ചെയ്യും, അവരുടെ ഒരു നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ ഒരുപാട് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. കേസ് നോട്ടിൽ തരാത്ത അല്ലെങ്കിൽ കേസ് നോട്ടിൽ തരാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഇവര് എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷൻ ഇങ്ങനെയൊക്കെ ആണല്ലോ, അപ്പോൾ അതനുസരിച്ച് അവര് അവര് കുറച്ചും കൂടെ കുറച്ചും കൂടെ നല്ലൊരു ലെറ്റർ ആക്കാൻ വേണ്ടി അവരുടെ സ്വന്തം നോളജ് യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ്. പക്ഷെ നെവർ ഡു ദാറ്റ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒത്തിരി മാർക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു അവോയ്ഡ് സച്ച് തിങ്സ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. So let's move to the next slide. So here, recognize the purpose of the letter and understand the role of addressee in the patient's care to identify relevant information in the case note. Yes, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ റൈറ്റിംഗ് ടാസ്ക് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നമ്മൾക്ക് ക്ലിയർ ആയിരിക്കണം. നമ്മൾ ആർക്കാണ് എഴുതുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മനസ്സിൽ വരേണ്ടത് ഫസ്റ്റ് റൈറ്റിംഗ് ടാസ്ക് വായിച്ചു കഴിയുമ്പോൾ. ഓക്കെ, സോ ഈ ലെറ്ററിന്റെ പേർപ്പസ് എന്താണ്, ഈ ലെറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അതായത് ചിലപ്പോൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യന്റിന് ഹോം വിസിറ്റ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന ലെറ്റർ ആയിരിക്കാം അല്ലെ. പല ലെറ്റേഴ്സും, അതായത് ഇപ്പോൾ ഒരു ലെറ്റർ പോലെ ആയിരിക്കില്ലല്ലോ വേറൊരു ലെറ്റർ, ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലെറ്ററിന്റെ പർപ്പസ് റെക്കഗ്നൈസ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതില് നമ്മളുടെ റെസിപ്പിയന്റിന്റെ റോൾ എന്താണ്. ഓക്കെ, റെസിപ്പിയന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്, റെസിപ്പിയന്റ് ഫോളോ അപ്പ് കെയർ കൊടുക്കാനാണോ, അല്ലെങ്കിൽ ഫർദർ അസിസ്റ്റൻസ് കൊടുക്കാനാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പ്ലാൻ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ചായിരിക്കണം നമ്മൾ ഡേറ്റാസ് പിക്ക് ചെയ്യേണ്ടത്. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. Then, after understanding the role of the reader in the patient's care, candidate needs to establish what the reader needs to know. Yes, നമ്മൾ once എന്ത് ചെയ്തു, റീഡറിന്റെ ഒരു കെയർ എന്താണ്, റീഡർ ഇതിൽ എന്താണ് ഇൻവോൾവ്മെന്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റീഡർ അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഡയറ്റീഷ്യൻ ആണ് ഓക്കെ നമ്മൾ ലെറ്റർ എഴുതുന്നത്, അപ്പൊ ഡയറ്റീഷ്യൻ പുതിയൊരു ഡയറ്റ് പ്ലാനിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത് ലെറ്റർ. അപ്പൊ ഓഫ് കോഴ്സ് ആള് പ്രിഫർ ചെയ്യുന്നതും ആൾക്കുള്ള മെഡിക്കൽ കണ്ടീഷൻ, ഇപ്പൊ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് പറയണം. കാരണം ഷുഗർ കുറച്ചിട്ടുള്ള ഡയറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഡയറ്റീഷ്യൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ലെറ്ററിൽ ഇൻവോൾവ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ നമ്മൾ കുറച്ചും കൂടെ
പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കേസ് നോട്ടിന്. ഓക്കെ, candidates should avoid giving information which the target reader will already know. Of course, ഇപ്പോ പേഷ്യന്റിനെ കണ്ടോണ്ടിരിക്കുന്ന പേഷ്യന്റിന്റെ ഫാമിലി GPക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ ഓൾറെഡി എന്താണ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററിയും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ വളരെ കൃത്യമായിട്ട് GPക്ക് അറിയായിരിക്കും അല്ലെ, ഫാമിലി GPക്ക്. അപ്പൊ നമ്മൾ അഗെയിൻ പറയുകയാണോ, ഓക്കെ പേഷ്യന്റിന് ഇങ്ങനെ ഇന്ന വയസ്സ് മുതൽ ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അഗെയിൻ പറയണോ? കാരണം ഓൾറെഡി അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ യു ക്യാൻ ആക്ച്വലി സ്കിപ്പ് ദിസ് ഡീറ്റെയിൽ, റൈറ്റ്? അതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇൻ ദ ഫസ്റ്റ് പാര ക്ലിയർലി സമ്മറൈസ് യുവർ പർപ്പസ് ഫോർ റൈറ്റിംഗ് ആൻഡ് ദെൻ ഫുള്ളി ഡെവലപ്പ് ഇൻ ദ ലെറ്റേഴ്സ് ബോഡി. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് കൺസൈസ് ചെയ്തിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് ക്രിസ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. I'm writing to request home visit for this patient who has this condition to improve അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എന്താണെന്നുള്ളത്. ഇപ്പൊ I'm writing to request home visit for Mr. John Alex who has been diagnosed with in a condition. He requires further follow-up care അല്ലെങ്കിൽ he requires assistance in his mobility. So എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ ഫെർദർ അസിസ്റ്റൻസിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഇപ്പൊ ഡെയിലി ലിവിങ്ങിൽ അസിസ്റ്റൻസ് ആണോ അല്ലെങ്കിൽ മെഡിക്കേഷനിൽ കൊടുക്കുന്നതിലാണോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ദ ലെറ്റർ ആണ് എഴുതുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കാറില്ല. സോ ദാറ്റ് ഈസ് what it is mentioned here. Now, yes, cover each key area in separate paragraph and order the ideas logically. Yes, നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് വായിച്ചിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓരോ പാരഗ്രാഫുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. Time references can help to clarify the sequence of events. An initial presentation 5 years ago, a recent deterioration last month. Yes, നമ്മൾ ലെറ്ററിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ, 5 days ago patient had a review and today he has come with deterioration of the symptoms അല്ലെങ്കിൽ worsening of the symptoms എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ട് അല്ലെ. സോ ഇതൊക്കെ നമ്മൾ ടൈം റെഫറൻസസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇമാജിൻ ചെയ്യാം, ഞാൻ ഇങ്ങനെ എഴുതുവാണ്, on 25 July 2022 he had inner problems, he had severe cough അല്ലെങ്കിൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെന്റൻസിൽ എഴുതുവാണ്, on July 1st he had worsening of symptoms. സോ ഇതില് മിസ്റ്റേക്ക് ഒന്നുമില്ല. അതായത് നമുക്ക് നോക്കുമ്പോൾ ഓക്കെ July 1st ആദ്യം വന്നു, ഞാൻ പറഞ്ഞ ഡേറ്റ്സ് എനിക്ക് ഒന്നും മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, July 1st വന്നു ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ ആയിട്ട്, അത് കഴിഞ്ഞ് July 10th വന്നു ഇന്ന കംപ്ലൈൻസ് അല്ലെങ്കിൽ വേഴ്സണിങ് ഓഫ് സിംറ്റംസ് ആയിട്ട് വന്നു. സോ ഇങ്ങനെ എഴുതുന്നതിലും ക്ലാരിറ്റി ഉണ്ട്. എന്ത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം എഴുതുമ്പോൾ, അതായത് July 1st വന്നു, അത് കഴിഞ്ഞ് 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്, വേഴ്സണിങ് സിംറ്റംസ് ആയിട്ട് വന്നു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ റീഡറിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഡേറ്റ്സ് ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കുമ്പോൾ എഴുതുന്നതിലും കുറച്ചും കൂടെ ക്ലാരിറ്റി എന്താണ്, നമ്മളിങ്ങനെ 5 days later എന്നൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ അടുത്തത് പറയുന്നത്, യെസ്, നോ നീഡ് ടു ഫോളോ ദ സെയിം സീക്വൻസ് ഓഫ് ഇൻഫർമേഷൻ ആസ് ദാറ്റ് ഗിവൺ ഇൻ ദ കേസ് നോട്ട്. കേസ് നോട്ടിൽ തന്നിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ പോകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അത് റീഡറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയിച്ചു പോവുക. അങ്ങനെയാണ് നമ്മൾ ലെറ്റർ എഴുതുക അല്ലെ. പിന്നെ റീഓർഡർ പോയിന്റ്സ് ഫോർ ദ സേക്ക് ഓഫ് എംഫസിസ്, ക്ലാരിറ്റി ആൻഡ് അവോയ്ഡൻസ് ഓഫ് സ്ട്രെയിൻ ഫോർ ദ റീഡർ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പോയിന്റ്സ് റീഓർഡർ ചെയ്യുക. അതായത് ഇങ്ങനെ കേസ് നോട്ടിൽ ചിലപ്പോൾ ഒരു എന്താണ് വളരെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും തന്നേക്കുന്ന ഇൻഫർമേഷൻ. നമ്മളത് പ്രോപ്പർ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് റീഡറിന് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ റീഡറിന് ഒത്തിരി ഡിഫിക്കൽട്ടി ഇല്ലാത്ത രീതിയിൽ അതിനെ നമ്മൾ റീഓർഡർ ചെയ്യുക. പ്രാക്ടീസ് ഇൻ ലിങ്കിങ്, ഹൈലൈറ്റിംഗ് ആൻഡ് പ്രയോറിറ്റൈസിങ് ഇൻഫർമേഷൻ. കണക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ഹൈലൈറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. ദാറ്റ് ഡസന്റ് മീൻ യു ഹാവ് ടു യൂസ് എ ലോട്ട് ഓഫ് കണക്ടേഴ്സ് ഇൻ യുവർ ലെറ്റർ. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കൺസംഷൻ ആണ്. ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. പലരും വിചാരിക്കുന്നുണ്ട് ഒത്തിരി കണക്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ലെറ്റർ നല്ല മാർക്ക് കിട്ടുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇഫ് യു യൂസ് എ കണക്ടർ, മേക്ക് ഷുവർ ദാറ്റ് യൂസ് ഇറ്റ് പ്രോപ്പർലി. അതായത് നമ്മൾ തെറ്റായിട്ടൊരു കണക്ടർ യൂസ് ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് കണക്ടേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നത്. പല സ്റ്റുഡൻസും ഇങ്ങനെ ഒത്തിരി കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു മീനിങ് ഇല്ലാതെ ലെറ്റേഴ്സ് എഴുതാറുണ്ട്. അപ്പൊ അതിലും നല്ലതാണ് നിങ്ങൾ കണക്ടേഴ്സ് അവോയ്ഡ് ചെയ്തിട്ട് ലെറ്റർ എഴുതുന്നത്. കണക്ടേഴ്സ് യൂസ് ചെയ്തില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് മാർക്കൊന്നും പോവില്ല. ദ തിങ് ഇസ്, ഇഫ് യു യൂസ് എ കണക്ടർ,
make sure that you use it properly. Otherwise, please don't use it. Okay. So now let's move to the next slide. Okay. So next slide. Remember that writing test is a language test rather than one of medical knowledge. Okay. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല സ്റ്റുഡൻസിന്റെയും വിചാരം ഇതൊരു ഓക്കെ OET ലെറ്റർ നമുക്ക് കേസ് നോട്ടാ തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മെഡിക്കൽ നോളജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് എഴുതാം എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്തയുണ്ട്. പക്ഷെ നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ഇഫ് യു ഹാവ് എ വെരി ഗുഡ് ലാംഗ്വേജ് യു ഗോയിങ് ടു റൈറ്റ് ആ ഒരു എഴുതുന്ന ലെറ്റർ ഒരു B ഗ്രേഡ് ലെറ്റർ ആയിരിക്കും. അങ്ങനെയുമില്ല കേട്ടോ. ദ തിങ് ഇസ് നമുക്ക് ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലെ. ആ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ OET ലെറ്റർ അസസ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് ആ ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്കൊരു പ്രോപ്പർ B ഗ്രേഡ് ലെറ്റർ കിട്ടുന്നത്. ഓക്കെ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് മനസ്സിലാക്കി വെക്കുക. അപ്പോ ദ തിങ് ഇസ് വാട്ട് ഐ വാസ് ടെല്ലിങ് ഇസ് ഒരു നല്ല ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, ഇഫ് ഐ ഹാവ് എ വെരി ഗുഡ് ലാംഗ്വേജ്, ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, എനിക്ക് നല്ലൊരു ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഡസന്റ് മീൻ ഐ റൈറ്റ് എ വെരി ഗുഡ് ലെറ്റർ. ദ തിങ് ഇസ് എനിക്ക് കുറെ കൂടെ സ്കിൽസ് വേണം. ജസ്റ്റ് ഇമാജിൻ എനിക്ക് നല്ല ഒരു ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ എന്റെ ടോൺ വളരെ അൺപ്രൊഫഷണൽ ആയിരുന്നു അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ആയിരുന്നു എങ്കിൽ ഓഫ് കോഴ്സ് ഐ എം നോട്ട് ഗെറ്റിംഗ് B ഗ്രേഡ് അല്ലെ. എനിക്കൊരിക്കലും B ഗ്രേഡ് കിട്ടത്തില്ല. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നമ്മളുടെ ക്രൈറ്റീരിയാസ് ഫുള്ള് റിക്വയർ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു B ഗ്രേഡ് ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ we'll be discussing regarding this criteria and all. We'll be discussing criteria later in our next lives, coming lives. Okay. അതിപ്പോ നമ്മൾ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല. Okay, then minor slips are unlikely to interfere with meaning. However, major or repeated inaccuracies are likely to confuse or distract the reader. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഓക്കെ ഫൈൻ, പക്ഷെ ഒത്തിരി വലിയ മേജർ ഇനാക്യുറസീസ് അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്തൊരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് റീഡറിനെ കൺഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മേ ബി കേസ് നോട്ടിൽ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞേക്കുന്നത്. നമ്മളെ ലെറ്റർ സ്കൂൾ ഹെൽത്ത് നഴ്സിനാണ്. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് പേഷ്യന്റിന്റെ പേരൻസിനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പേഷ്യന്റിന് എക്സീമ ആയിരുന്നു, അപ്പം പേഷ്യന്റിനെ പേരൻസിനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഹോട്ട് വാട്ടർ ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹോട്ട് ടെമ്പറേച്ചറിലാണ് തുണിയെല്ലാം വാഷ് ചെയ്യേണ്ടത്, ഡ്രസ്സെല്ലാം വാഷ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് അഗെയിൻ നേഴ്സിനോട് പറയുവാണ് യു ഷുഡ് മോണിറ്റർ എന്ന് പറയുമ്പോൾ നേഴ്സ് കൺഫ്യൂസ് ആവുക, ലൈക്ക് വൈ ഷുഡ് ഷീ മോണിറ്റർ ദിസ്. കാരണം സ്കൂൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നതും ഒക്കെ നേഴ്സിന്റെ ഡ്യൂട്ടി, ഐ മീൻ സ്കൂൾ ഹെൽത്ത് നേഴ്സിന്റെ ഡ്യൂട്ടി അല്ലല്ലോ. അത് പാരന്റ്സിന് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ലെറ്റർ വായിച്ച് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ഇറ്റ് പ്രോപ്പർലി. നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. And next, occasional spelling errors are not penalized unless they are misleading. For example, hypertension for hypotension or palpitation for palpation. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അഗൈൻ ഈ നമ്മളുടെ ക്രൈറ്റീരിയസിൽ ഒരു ഇത് മാത്രമാണ് ലാംഗ്വേജിൽ വരുന്ന ഒരു കാര്യമാണ് ഈ സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ മൈനർ സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ ഫൈൻ, ബട്ട് അഗെയിൻ ദാറ്റ് ഡസന്റ് മീൻ നമുക്ക് ഒത്തിരി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കരുത്. ഇപ്പം എഗെയിൻ പറഞ്ഞ പോലെ ഹൈപ്പർ ടെൻഷന് പകരം അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷനോ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ എഗെയിൻ മിസ്റ്റേക്സ് ഭയങ്കര വലുതാവും. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് അങ്ങനത്തെ ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ പ്രൂഫ് റീഡിങ് ആക്ച്വലി ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പൊ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് സിംപിൾസ് ആൻഡ് അബ്രിവേഷൻസ് യൂസ്ഡ് ഇൻ കേസ് നോട്ട്സ് ബട്ട് അവോയ്ഡ് യൂസിങ് സച്ച് അബ്രിവേഷൻസ് ഇൻ ദ ലെറ്റർ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾസും കാര്യങ്ങളോ അല്ലെങ്കിൽ അബ്രിവേറ്റഡ് ഫോംസ് ഒക്കെ അതെല്ലാം നോക്കിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, അബ്രിവേഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് അഗെയിൻ അബ്രിവേഷൻസിന്റെ യൂസേജ് വരുമ്പോൾ ഇപ്പൊ നമ്മളൊരു കെയറിനൊക്കെ എഴുതുമ്പോൾ അബ്രിവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ എഴുതുക, കാരണം അവർക്ക് അറിയണം എന്നില്ല. പക്ഷെ ഒരു മെഡിക്കൽ കൺസൾട്ടന്റ് ഒക്കെ ആണെങ്കിൽ അത് എഴുതുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. Fourth one should be able to select appropriate terminology for the addressee. അതായത് hypertension for a medical consultant versus high blood pressure for a carer. So നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണെങ്കിലും അബ്രിവേഷൻസ് ആണെങ്കിലും സെയിം തന്നെയാണ്. When writing to a carer, full forms
of less common acronyms should be provided, but a medical consultant whose field of expertise involved regular use of a particular acronym not get the full forms. Okay, so just make sure that all these are followed. പിന്നെ the thing is, yes, നമ്മൾ third point പറയാൻ വിട്ടുപോയി അല്ലേ. Need to be familiar with the style and genre of writing required. Should be able to produce a formal register. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ഫോർമൽ രജിസ്റ്റർ ആയിരിക്കണം ലെറ്റർ കംപ്ലീറ്റ്ലി എഴുതുമ്പോൾ. യെസ്, താങ്ക് യു ലിൻറ്റ. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഓക്കെ, താങ്ക് യു ലിൻറ്റ. Yes, now moving into the next topic, let's move to the next slide. Okay, yeah. So next slide, practice on using the correct salutation and complimentary closing letters. Okay, appo nammal proper salutation okke use cheya according to the recipient's name. Adayithu ipo nammal parayile yours sincerely, yours faithfully okke nammal use cheyum alle. Ee yours sincerely nammal use cheyyunnathu eppozhana റെസിപ്പിയന്റിന്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ, യോസ് ഫെയ്ത്ത്ഫുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിപ്പിയന്റിന്റെ പേര് തന്നിട്ടില്ലെങ്കിലുമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇതൊക്കെ ചെറിയ മിസ്റ്റേക്സ് ആണ്, പക്ഷെ നമ്മൾ ഇതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലെറ്റേഴ്സ് കംപ്ലീറ്റ്ലി മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ലൊരു ലെറ്റർ എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. Then familiarize themselves with a range of closing polite formulas. ഒത്തിരി ക്ലോസിംഗ് സെന്റൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒത്തിരി വീഡിയോസ് അതിൽ ചെയ്തിട്ടുണ്ട്. സോ യു കെൻ ഗോ ത്രൂ ദാറ്റ് to know about all these things. Lastly നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസിംഗ് സെന്റൻസസ്, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വയറീസ്, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ഓൾ ദ തിങ്സ്. നൗ യെസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, റിവ്യൂ ദ വർക്ക് a couple of minutes at the end of writing time. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് പ്രൂഫ് റീഡ് ചെയ്യുക. ലാസ്റ്റ് ഒരു 5 minutesൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പെല്ലിംഗ് എറേഴ്സോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ ടെൻസസിന്റെ യൂസേജോ അല്ലെങ്കിൽ ജെൻഡർ മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് നോക്കുക, അതനുസരിച്ച് റെക്ടിഫൈ ചെയ്യുക. Try to write legibly and avoid too many untidy deletions, arrow to reorder information. അതെ, പല സ്റ്റുഡൻസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, എന്ത് സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും എഴുതിയിട്ട് ഒരു ആരോ ഇങ്ങനെയൊക്കെ. മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. കാരണം മേ ബി ഒരു സെക്കൻഡ് പാരഗ്രാഫ് എഴുതി അല്ലെങ്കിൽ തേർഡ് പാരഗ്രാഫ് എഴുതിയിട്ടായിരിക്കും ചിന്തിക്കുന്നത്, അയ്യോ ഇത് സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതിയാൽ മതിയായിരുന്നു എന്ന്. അപ്പൊ എന്ത് ചെയ്യും, ഒരു ആരോ ഇട്ട്, കാരണം മായ്ക്കാൻ അല്ലെങ്കിൽ ഇറേസ് ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ചുമ്മാ ആരോ ഇട്ട് വെക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്, മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മളുടെ ലെറ്റർ കുറച്ചും കൂടെ പ്രസന്റബിൾ ആയിരിക്കണമല്ലോ. അഗെയിൻ സ്പെല്ലിംഗ്, ഐ മീൻ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ നമുക്ക് വായിക്കുന്ന രീതി. കാരണം അത് നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ പകുതി കൺഫ്യൂഷൻ ഒഴിവാകും. കാരണം ചില ഹാൻഡ് റൈറ്റിങ്സ് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതനുസരിച്ച് നമ്മുടെ മാർക്ക് അഗെയിൻ പോവാണ്. മനസ്സിലാവുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ റിയലി makes difficult situation. പിന്നെ practice and planning the structure of the letter. Deciding which points are to go in separate paragraphs will help to reduce the likelihood of deletions. Yes, exactly. So ഈ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ നമ്മൾ ഇറേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ പ്രോപ്പർലി പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ്. സോ നമ്മൾ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിലീഷൻസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സോ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ലെറ്റേഴ്സ് എഴുതുക കേട്ടോ. Okay, now let's move to the next slide. Okay, so next slide is all about layout. Okay, I hope you can see it. So layout, I hope all of you are aware about this, but just let me show it. സോ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന എന്താണ്, ഡേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ്, ലൈക്ക് റെസിപ്പിയന്റിന്റെ അഡ്രസ്സ് നമ്മൾ എഴുതും അല്ലെ. അത് റൈറ്റിംഗ് ടാസ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സിംപ്ലി കോപ്പി ദ അഡ്രസ് ആൻഡ് അഗെയിൻ നമുക്ക് ഡേറ്റും അഡ്രസ്സും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുന്നതിൽ പ്രശ്നമൊന്നുമില്ല. യു ക്യാൻ ഇന്റർചേഞ്ച് ഇറ്റ്, നോ ഇഷ്യൂസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സല്യൂട്ടേഷൻ ആണ് അല്ലെ. റെസിപ്പിയന്റിന്റെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിയർ മിസ്റ്റർ അല്ലെങ്കിൽ മിസ് അല്ലെങ്കിൽ മിസ്സസ് അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം സല്യൂട്ടേഷനിൽ. റെഫറൻസിൽ നമ്മൾ പേഷ്യന്റിന്റെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ആണ് എഴുതുന്നത്. ആൻഡ് ഇഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഇസ് നോട്ട് ഗിവൻ യു കെൻ റൈറ്റ് ഏജ്. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു പ്രിഫർ ഡേറ്റ് ഓഫ് ബർത്ത്, ബിക്കോസ് അതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ വരുന്നത്. അപ്പോൾ അത് തന്നെ എഴുതുക. ആൻഡ് അഗെയിൻ സല്യൂട്ടേഷനും റെഫറൻസും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, സോ യെസ്, ദിസ് ഇസ് എ ലേ ഔട്ട്. ദെൻ നമ്മളുടെ പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ നമ്മൾ പേർപ്പസ് ആണ് റൈറ്റിംഗിന്റെ.
purpose, medical condition of the patient, പിന്നെ മെയിൻ ഐഡിയ ഓഫ് ദ ലെറ്റർ, എന്തിനാണ് ലെറ്റർ എഴുതുന്നത് എന്നുള്ള മെയിൻ ഐഡിയ ആണ് നമ്മൾ പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബോഡി പാരഗ്രാഫിൽ ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ് നോട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ബോഡി പാരഗ്രാഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് പാരഗ്രാഫ് എന്താ, സെക്കൻഡ് പാരഗ്രാഫ് എന്താന്നുള്ളത് മെയിൻ ഐഡിയ ആണ്. അതായത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഹിസ്റ്ററി, കറന്റ് കണ്ടീഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ബോഡി പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ റിസീവർ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് മാറും, സെക്കൻഡ് പാരഗ്രാഫ് മാറും, അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ എഴുതുന്നത് ക്ലോസിംഗ് റിമാർക്ക് ആണ്. ഒരു ജനറൽ സെന്റൻസ് ലൈക്ക് പ്ലീസ് കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വരീസ്, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ക്വരീസ് പ്ലീസ് കോൺടാക്ട് മീ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എഴുതാം. പിന്നെ വരുന്നത് സൈൻ ഓഫ് ആണ്, ലൈക്ക് യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർ ഫെയ്ത്ത്ഫുള്ളി വിത്ത് റെസ്പെക്ട് ടു ദ നെയിം ഓഫ് ദ റെസിപ്പിയന്റ് നെയിം തന്നിട്ടുണ്ടെങ്കിൽ സിൻസിയർലി എഴുതുക, അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അഗെയിൻ അഡ്രസ് എഴുതുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുന്ന കാര്യം മാക്സിമം പങ്ക്ച്വേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ സല്യൂട്ടേഷൻ എഴുതുമ്പോൾ അൺലെസ് ഇപ്പം ചില ഇതിൽ ടൈറ്റിൽ തന്നിട്ടുണ്ടാവില്ല അല്ലെ. സോ ഇപ്പം ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് കേസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ തന്നിട്ടില്ലെങ്കിൽ മിസ് തന്നെ എഴുതാം. ഇപ്പോൾ മാരിഡ് ആണെങ്കിലും നമുക്ക് മിസ് തന്നെ എഴുതാം ടൈറ്റിൽ തന്നിട്ടില്ലെങ്കിൽ. അതർവൈസ് ഫോളോ ദ സെയിം തിങ് വിച്ച് ഇസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലേഔട്ട് ലൈക്ക് എവറിബഡി മൈറ്റ് ബി അവെയർ അബൌട്ട് ഇറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ എന്തെങ്കിലും കോമൺ ക്വരീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഓൾറെഡി ഡൗട്ട്സ് ഒക്കെ ചോദിച്ചായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ റിഗാർഡിംഗ് റൈറ്റിംഗ്? Okay, fine. So I hope this session was useful, and we'll be coming with more such lives. So stay tuned with us. Thank you.